പുറത്തിറങ്ങിയ ആവേശം എന്ന സിനിമയുടെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തിയേറ്ററുകളിൽ അതിഗംഭീരമായി പ്രദർശനം കാഴ്ചവെക്കുന്ന ഈ സിനിമ ജിത്തു മാധവൻ സംവിധാനം ചെയ്ത് ഫഹദ് ഫാസിൽ അഭിനയിച്ച സിനിമയാണ്. ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള രംഗ എന്ന ഗുണ്ടാ നേതാവിന്റെ വേഷമാണ് ഫഹദ് ഫാസിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ആക്ഷനും കോമഡിയും നിറഞ്ഞൊരു സിനിമയാണ്. ഫഹദ് ഫാസിൽ എന്ന നടനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കഥാപാത്രം ഫഹദ് ഫാസിലിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യാരക്ടറിനെ പുള്ളിക്കാരൻ വളരെ ഭംഗിയായിട്ട് അഭിനയിച്ച് ഫലിപ്പിക്കും എന്നത് നമ്മൾ ഓൾറെഡി കണ്ടറിഞ്ഞതാണ്. അതുപോലെ തന്നെ ആവേശം എന്ന ഈ സിനിമയിലെ രംഗ എന്ന കഥാപാത്രവും ഫഹദ് ഫാസിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ പ്രേക്ഷകരെ പിടിച്ചിരുന്ന ഒരു സിനിമ തന്നെയാണ് ആവേശം. ഇത്രയും നാൾ കാണാത്ത ഒരു ഫഹദ് ഫാസിലിനെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയും. സുഷിൻ ശ്യാമാണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തത്. വളരെ ഗംഭീരം എന്ന് തന്നെ നമുക്ക് പറയാം. ആവേശം എന്ന ഈ സിനിമ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലും ഒരു ആവേശം ഉണ്ടാവും. ഇനി ജിത്തു മാധവനെ കുറിച്ച് പറയാനാണെങ്കിൽ രോമാഞ്ചം എന്ന ഒരൊറ്റ സിനിമ കൊണ്ട് തന്നെ നമ്മളെ ഞെട്ടിച്ച ഒരു സംവിധായകനാണ്. രോമാഞ്ചത്തിന്റെ ആ ഒരു ഫീല് ഒട്ടും ചോരാതെ അതിന്റെ 10 മടങ്ങ് എഫേർട്ട് ഈ സിനിമയ്ക്കും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സിനിമകൾക്ക് ക്യാമറ ചെയ്തിട്ടുള്ള സമീർ താഹിറാണ് ആവേശത്തിന്റെ സിനിമാറ്റോഗ്രാഫർ. ഫഹദ് ഫാസിലിനോടൊപ്പം സജിൻ ഗോപു, ആശിഷ് വിദ്യാർത്ഥി, മൻസൂർ അലിഖാൻ എന്നിവരും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുപരിചയുള്ള മുഖങ്ങളും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പ്രേക്ഷകരെ രോമാഞ്ചം കൊള്ളിക്കുന്ന ആവേശത്തിലാക്കുന്ന സിനിമ തന്നെയാണ് ആവേശം. ഫഹദ് ഫാസിലിന്റെ അവസാനമായി പുറത്തിറങ്ങിയ സിനിമ മാമന്നനാണ്. ആ ഒരു സിനിമയിൽ ഫഹദ് ഫാസിലിനെ പക്ക ഒരു പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള വില്ലൻ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷെ ഈ സിനിമയിൽ ഒരു ഗുണ്ടയാണെങ്കിലും ഒരുപാട് ഫണ്ണി എലമെന്റ്സും നമുക്ക് കാണാൻ സാധിക്കും. ഫഹദ് ഫാസിലിന്റെ ഡയലോഗ് ഡെലിവറി, ആ മോഡുലേഷൻ എല്ലാം കാണികളെ രോമാഞ്ചം കൊള്ളിക്കും എന്ന് ഉറപ്പാണ്. ഈ സിനിമയിലെ ഇലുമിനാറ്റി എന്ന സോങ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് 1-ലാണ്. ഈ പാട്ട് പാടിയത് ഒരുപാട് പാട്ടുകൾ പാടി ഹിറ്റാക്കിയ ദബ്സിയാണ്. നമ്മുടെ ചെറിയ പെരുന്നാളും വിഷു എല്ലാം കളറാക്കാനായിട്ടാണ് ആവേശം എത്തിയിരിക്കുന്നത്. സിനിമ കാണാത്തവർ തിയേറ്ററിൽ തന്നെ പോയി കാണണം. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന സിനിമയാണ് ആവേശം.